നമ്മളുടെ നാട്ടിലെ പോലൊക്കെ തന്നെ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ലൈഗോയിലും കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്താണ് ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നത്. ഹെൻറി ലയൻസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഐബ്രോസ് ത്രെഡിങ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഇങ്ങനെ ഒരു ക്ലോത്തിങ് സെയിൽ ഒക്കെ കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ത്രെഡിങ്ങിൻ്റെ ഷോപ്പ് ഉള്ളത്. ഒരു ഇന്ത്യൻ ലേഡി തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല തിരക്കുള്ള സമയമായിരിക്കും അവിടെ. ഞങ്ങൾ ചെന്നപ്പോഴും 1-2 കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമോ ചാനലിൽ, ഇങ്ങനെ ഷോപ്പിനെ പറ്റിയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ പറയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. മറ്റ് ഏത് ബ്യൂട്ടി സലൂണിൽ ചെന്നാലും നമുക്ക് ഐബ്രോ വാക്സിംഗ് ആണ് കിട്ടാറുള്ളത്. ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് വളരെ റെയറായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം സ്ലൈഗോയിലുള്ള ആർക്കെങ്കിലും ഐബ്രോസ് ത്രെഡ് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എടുത്തു തരും. പിന്നെ TK Maxx വന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ നല്ലത് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നും മേടിച്ചു. വീട്ടിൽ നിന്ന് മെല്ലെ കോളൊക്കെ വന്ന് തുടങ്ങി. നിങ്ങൾ രണ്ടും പോയിട്ട് കുറേ നേരമായി, എപ്പോഴാണ് ഇനി എത്തുന്നതെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിനും ഞങ്ങൾ പെയ്യെ ഷോപ്പിങ്ങൊക്കെ അവസാനിപ്പിച്ചു. എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ അല്ലേ നമ്മളിങ്ങനെ ഇറങ്ങാറുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഓഫ് കിട്ടുന്ന ദിവസം അന്നേരെ പുറത്ത് പോകും. രാവിലെ പോയാൽ ഇങ്ങനെ കുറേ നേരം കറങ്ങി നടക്കും. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരാറാകുമ്പോഴത്തേക്ക് വീട്ടിലെത്താറുള്ളായിരുന്നു. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടാണ് ഇങ്ങനെ സമയങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ കിട്ടിയ സമയം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി കേട്ടോ.